ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സിയാൻ ടർബോ. ഓക്കെ, നമ്മൾ ഒരു ലോങ് ഇടവേള കഴിഞ്ഞാണ് കാണുന്നത് എന്ന് പറയാം. 5 ദിവസമായിട്ട് നമ്മൾ എടുക്കുന്നില്ല, കുറേ ക്ഷീണമൊക്കെ ആയിരുന്നു ഗൈസ്. ഓക്കെ, ഇന്ന് ഞാനിങ്ങനെ നടക്കാമെന്ന് ഹ്യൂമിഡിറ്റി തന്നെ 40 ഡിഗ്രിയാണ്. ഇന്നൊന്ന് ചുമ്മാ ഫുഡൊക്കെ കഴിച്ച് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അന്നേരം കുറേ ദിവസമായിട്ടും കുറേ മാസമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ആലോചിക്കുവാണ്, നമ്മുടെ വീട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു കുറച്ച് നടന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു വളവുണ്ട്, ആ സ്ഥലത്തൊരു പ്രാഡമുണ്ട്. നമ്മുടെ പണ്ടത്തെ ഈ സിനിമക്കാരൊക്കെ ഈ പ്രാഡോ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടനൊക്കെ രാവണപ്രഭുവിനകത്തും ഒക്കെ സവാരിഗിരി ആ പ്രാഡോയുടെ ഒരു സ്മോൾ റിവ്യൂ ആണ് നമ്മളിന്ന് എടുക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ. ഓക്കെ, നമ്മുടെ എൻ്റെ കൂടെ കളിക്കുന്നൊരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ സാധനങ്ങൾ കാണാം. എന്ന് വെച്ചാൽ അതിൻ്റെ പാർട്ട് 2 വരും, അകത്തേയും കാണും. അത് നമ്മുടെ ഡിസൈറിൻ്റെ കൂടെ ഉള്ളൂ എടുക്കുന്നത്. അത് രണ്ടും കൂടെ ഒന്നിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പുതിയ ഡിസൈറിൻ്റെയും ഈ പ്രാഡോയുടെയും അകത്തെ റിവ്യൂ നമുക്ക് പാർട്ട് 2 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാർട്ട് 1 നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കുക. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പഴയ മിസ്തുഷി പജീറോയുടെ അതൊരു രീതിയാണ്, ഒരു മുഖമുണ്ട് ചെറുതായിട്ട്. ചിലവർക്കൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്, പഴയ പജീറോയുടെ അതേ ഒരു രീതിയുണ്ട് ഇതിന്, ഒരു ആഫക്റ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. അന്നേരം നമ്മൾ പറഞ്ഞ് സമയം കളയുന്നില്ല, എന്തായാലും നമുക്ക് വണ്ടിയിലോട്ട് കിടക്കാം. ഓക്കെ, പിന്നെ 2-3 സർപ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വഴിയേ അറിഞ്ഞാൽ മതി. ഓക്കെ, നാളെ നമുക്ക് കളിയുണ്ട്, കളിസ്ഥലത്തും നമുക്ക് കുറേ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സ്ട്രെയിറ്റ് അതൊന്നും വെച്ച് നമ്മൾ താമസിക്കുന്നില്ല, നമുക്ക് ആദ്യമേ കാറിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഇതാണ് പ്രാഡോളിയൻ. ഓക്കെ, ഇത് തന്നെ കണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ്, എനിക്കൊരു 10 മിനിറ്റ് നടക്കാവുന്ന സിറ്റുവേഷൻ ഉള്ളൂ. ഇന്നാണ് നമുക്ക് വണ്ടി ഒന്ന് കിട്ടിയത്. ഇതാണ് പ്രാഡോ, പഴയ പ്രാഡോയാണ്, പഴയ മോഡലാണ്. എന്ന് വെച്ചാൽ കുറേ 2002 മോഡലാണ് ഈ വണ്ടി. ഇത് കുറേ പേര് യൂസ് ചെയ്യുന്നുമുണ്ട്. യൂസ് ചെയ്തവർ പറഞ്ഞിരിക്കുന്നത് നല്ല മോഡലാണ്, നല്ല പവറും നല്ല സാധനമാണ് ഈ പ്രാഡോ ലാൻഡ് ക്രൂസർ പ്രാഡോ. ഇപ്പോഴത്തെ പ്രാഡോ ഒരു സ്ക്വയർ രീതിയാണ് ഇപ്പോഴത്തെ 2025 മോഡൽ വന്നേക്കുന്നത്. അതിനെക്കാട്ടിൽ നോക്കുവാണെങ്കിൽ ബെറ്റർ പഴയ പ്രാഡോസാണ്. ഇതാണ് നമ്മളൊരു കുഞ്ഞു വീഡിയോ ഇതിൻ്റെ എടുക്കുന്നുള്ളൂ ഗൈസ്. ഓക്കെ, ഞാൻ നീണ്ടതും കളയുന്നില്ല. നിങ്ങൾ ഓൾറെഡി ഈ പ്രാഡോ ഒക്കെ കണ്ടു കാണും. ഒരു സ്മോൾ, എപ്പോഴും നമ്മൾ പുതിയ വണ്ടികളുടെയൊക്കെ അല്ലേ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പണ്ടത്തെ കാറുകളൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു ത്രില്ലാണ്. അന്നേരം പിന്നെ ഇതില്ല. പണ്ടത്തെ അംബാസിഡർ ആണെങ്കിലും ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിലും ബീറ്റിലാണെങ്കിലും ഒക്കെ ഓരോരോ രീതികളാണ്. കോണ്ടസ് ആണെങ്കിലും ബെൻസ് ആണെങ്കിലും എല്ലാം വേറൊരു രീതിയാണ്. അന്നത്തെ വണ്ടികളൊക്കെ സെറ്റ് വണ്ടികളാണ് ഗൈസ്. ഓക്കെ, പിന്നെ അതിനെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല ആർക്കും അങ്ങ്. ഓക്കെ, നമ്മുടെ മെട്രോ ബസ് കൊണ്ട് പോകുന്നു, അതിൻ്റെ അടുത്ത് തന്നെ മെട്രോ ബസ്സൊക്കെ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ജെറ്റൂറൊക്കെ ഇപ്പം നമ്മളൊരു ജെറ്റൂറിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ എടുത്തായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ മിക്ക ചൈന ജെറ്റൂറുകളും എല്ലാം ഇലക്ട്രിക്സാണ്. അതിൻ്റെ ജെറ്റൂറിൻ്റെ ആണെങ്കിൽ നമ്മൾ പുതിയൊരു എടുത്തായിരുന്നു. അതും കുറേ വ്യൂസും എല്ലാം വന്നായിരുന്നു. ഇപ്പോഴും നമ്മളൊരു ചൈനയുടെ ഒരു സാധനത്തിൻ്റെ ഇതെടുക്കാൻ വന്നതാണ്. നമ്മുടെ ഫ്രണ്ട്, അവനാണെങ്കിൽ നാളെ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ അവന് ഇന്ന് കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്ഥലം വരെ പോവുകയാണ്. അന്നേരം അവൻ പറഞ്ഞു നാളെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അന്നേരം അതിൻ്റെ രീതിയാണ്. അന്നേരം നമ്മളെന്തായാലും കുഞ്ഞതായിട്ട് ഇപ്പോൾ എടുക്കുന്നുള്ളൂ ഗൈസ്. ഓക്കെ, രീതി അന്നേരം ആ വണ്ടിയാണ് അതുകൊണ്ട് BE അങ്ങനെയാണ് ഇതിൻ്റെ വണ്ടിയുടെ പേര്. ഓക്കെ, അന്നേരം നമ്മുടെ ഇപ്പോൾ പഴയ ഏത് വണ്ടികളാണെങ്കിലും, പഴയ ലെക്സസ് ആണെങ്കിലും, പഴയ ലാൻഡ് ക്രൂസർ ആണെങ്കിലും, പഴയ നിസ്സാൻ പെട്രോൾ സഫാരി ആണെങ്കിലും, എല്ലാ വണ്ടികളും
പഴയ വണ്ടികളിലൂടെ നമുക്കൊരു ചെറിയൊരു ഇഷ്ടം കാണും. അങ്ങനെ ഈ പഴയ വണ്ടികളും പഴയ ബൈക്ക് ബുള്ളറ്റ് ഐറ്റംസ് എല്ലാവർക്കും ഒരു പ്രിയമാണ്. അതിനെ കളയാനൊന്നും നമുക്ക് പറ്റില്ല പെട്ടെന്ന്. എല്ലാ വണ്ടികളും എന്നുവെച്ചാൽ പുതിയ വണ്ടികളെക്കാട്ടുള്ള ഇച്ചിലൂടെ എല്ലാ എണ്ണത്തിനും ഇഷ്ടം എല്ലാവർക്കും പഴയ വണ്ടികളോടാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു വേറൊരു രീതിയാണ്, വേറെ ലെവലാണ്. ഓക്കെ, അന്നേരം നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പുതിയ വണ്ടികളുടെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. വീഡിയോസ് ആണെങ്കിലും എല്ലാം പഴയ വണ്ടികളുടെ ഒന്നും എടുക്കത്തില്ല. എന്നാൽ പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിന്ന് പ്രാഡോയിലോട്ട് കയറിയത്, പ്രാഡോ ഒളിയൻ്റെ അടുത്ത്. ഓക്കെ, ഞാനിങ്ങനെ പ്രാഡോ ഒളിയൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങനെ നല്ല ഹ്യൂമിഡിറ്റിയാണ് ഗൈസ്, ഫുള്ള് വേർതിരിക്കുവാണ്. ഓക്കെ, നമുക്കെന്തായാലും പുതിയ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കും. ഇന്നെന്തായാലും നമുക്ക് പ്രാഡോയുടെ ഒരു ചെറിയൊരു പാർട്ട് 1 ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വണ്ടി കിടക്കുന്നു. ഓക്കെ, എന്നെയും കൂടെ കാണാമല്ലോ. എന്നുവെച്ചാൽ അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോൺ, നമ്മുടെ വേറൊരു ഫോൺ എടുത്തിട്ടുണ്ട്. അന്നേരം അത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും വീഡിയോ എടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഓപ്പോ വേണ്ട പുതിയ ഡിവൈസുകളൊക്കെ ചില ഡിവൈസ് മാത്രമേ സ്വിച്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇതങ്ങനത്തെ പറ്റത്തില്ല. ഇതെൻ്റെ ഓപ്പോയാണ്. ഞാൻ നമ്മുടെ സാംസങ് ഗാലക്സി എളിയനെ എടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ ഇച്ചിലൂടെ സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റും എനിക്ക്. വേണ്ട പ്രാഡോ കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ, അന്നേരം നമ്മൾ ഇതിന് സമയം കളയുന്നില്ല. സിയാൻ ടർബോയിൽ എന്തായാലും ഈ പ്രാഡോയുടെ ഒരു വീഡിയോ കാണും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. സിയാൻ ടർബോ സബ്സ്ക്രൈബ് ചെയ്യണം. 4 ചാനൽസാണ് സിയാൻ ടർബോ, അത് മറന്നു പോരുത്. 4 ചാനൽസാണ് നമ്മുടെ. യൂട്യൂബിൽ കയറി സെർച്ചിൽ നമ്മുടെ സിയാൻ ടർബോ എന്ന് അടിച്ചാൽ 4 ചാനൽസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ ഗൈസ്, പിന്നെ നമ്മുടെ മീശയൊക്കെ കിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഷേവ് ചെയ്ത് കളയുവാണ് ഗൈസ്. ഇന്നെന്തായാലും ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ ഷേവ് ചെയ്യുന്നില്ല. വേറൊരു ആവശ്യത്തിന് നമ്മൾ മീശ ഒന്ന് കിളിപ്പിക്കുവാണ്, എന്നിട്ടൊന്ന് മീശ വിരിക്കാനൊക്കെ ഉള്ളതാണ് ഗൈസ്. ഓക്കെ, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക ഗൈസ്. കാണാനുള്ള പൂരം കണ്ടറിയിക്കുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. നമുക്ക് പ്രാഡോയുടെ ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കേ.